ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആണല്ലോ. സീസൺ കഴിയാറായി എങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ കാണും ഒരു ചക്കയും ഒരു മാങ്ങയെങ്കിലും. അടുക്കളയിൽ ചക്കയുടെയും മാങ്ങയുടെയും ബഹളം തന്നെയായിരിക്കും. അപ്പൊ ഇന്ന് 4 മാങ്ങ കൊണ്ട് 4 തരം ഡിഷുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല, ഒരു വീട്ടിൽ നിന്ന് ഉണ്ടായതാണ്. നല്ല മാങ്ങയായിരുന്നു, നല്ല മധുരമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 4 ഡിഷ് ഇതിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും കൂടി വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാങ്ങ നമ്മൾക്ക് എന്താ പറയാ, കടയിൽ നിന്ന് വാങ്ങുന്നത് അത്രമാത്രം ഒരു കേടുപാടോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ വീട്ടിലൊക്കെ ഉണ്ടായതാകുമ്പോ എന്തായാലും ഉണ്ടാവും. കാരണം വെച്ചാൽ മരുന്നൊന്നും അടിക്കുന്നില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത്, എനിക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് വലിയ അങ്ങ് ഇഷ്ടമായില്ല. എന്താ വെച്ചാല് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ കണ്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്. പക്ഷെ അതിലുള്ള ഫുൾ പൾപ്പും നമുക്ക് ശരിക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മാങ്ങ പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ടേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ വറ്റൽമുളക് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയിൽ വറക്കണം കേട്ടോ. പിന്നെ തേങ്ങയും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചു കൊണ്ടുവരാം. നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരണം. അപ്പൊ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഉപ്പ് എരിവ് ഒക്കെ വേണം ഇതിന്, അങ്ങനെയാണ്. പിന്നെ കുറച്ച് മാങ്ങ ഒന്ന് നമ്മൾ ഉടച്ചു കൊടുക്കുക. ഇത് നമ്മൾ കുക്ക് ചെയ്യാത്ത ഡിഷാണ്. അപ്പൊ ഈ അരപ്പ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. സിമ്പിളാണ്. ഒരു കട്ട തൈര്, കുറച്ച് അധികം പുളിയില്ലാത്തതായിരിക്കണം കേട്ടോ. പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കുക. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ കറി. ഇതൊക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുന്ന കറികളാണ്. ഇനി വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കരിവേപ്പിലയും കൂടി അതിൽ വാർത്തിട്ടു. അപ്പോൾ എന്റെ കറി ഇവിടെ റെഡി ആയിട്ട്. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ. പെട്ടെന്നൊക്കെ നമുക്കൊരു മാങ്ങ ഉണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി അടുത്ത റെസിപ്പി നമുക്ക് കാണാം. എനിക്ക് ഇങ്ങനെ അരിഞ്ഞാലേ ശരിയാവുന്നുള്ളൂ, എന്താ ചെയ്യുക. അപ്പൊ ഇതുപോലെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് ആ പൾപ്പ് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ടേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കരിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്താ പറയാ, പഴുത്ത മാങ്ങയല്ലേ, അപ്പോൾ പെട്ടെന്നൊക്കെ വെന്ത് കിട്ടുമല്ലോ. അപ്പൊ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പൊ അങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട്. ഇച്ചിരി കുറുകണം. ഇത് കുറുകിയ കറികളാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്, മുഴുവനും കുറുകിയ കറികളാണ്. അതിലോട്ടേക്ക് തൈര്, ഈ ഒരു ബൗള് തൈര് ചേർത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരായിരിക്കണം. അപ്പൊ എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇച്ചിരിയും കൂടി ചട്ടിയല്ല, ഇച്ചിരിയും കൂടി ഇരിക്കുമ്പോൾ കുറുകിക്കോളും. അതിലോട്ടേക്ക് കടുക്, കരിവേപ്പില വറുത്തിട്ട് കൊടുത്തു. ഇച്ചിരി ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ തേങ്ങ അരച്ചിട്ടില്ല. എന്താ വെച്ചാൽ മറ്റേതിന് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ കാണിച്ച റെസിപ്പിക്ക്. ഇനി അടുത്ത റെസിപ്പി കാണാം. മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇനി ഒന്ന് വേവട്ടെ. വെന്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് ഉടഞ്ഞോളും, പഴുത്ത മാങ്ങയാണല്ലോ. അത് ഇച്ചിരി തണുക്കട്ടെ. അപ്പോഴത്തേക്കും അടുത്ത പരിപാടി നോക്കാം. വെല്ലമാണ് ഇത്. വെല്ലം ഇങ്ങനെ ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വേവിക്കാൻ വെച്ച വെള്ളം മുഴുവനും വറ്റിച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഞാൻ പൊടിയാക്കി വെക്കാറുണ്ട്. ഒരു ബോട്ടിലിൽ പൊടിയാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. പെട്ടെന്നൊക്കെ അടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാമല്ലോ. ഇനി ഇതിനെ കൊണ്ടാകുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇനിയും കുറുക്കി വരണം. ഇതൊക്കെ നമ്മൾ ഇഞ്ചിക്കറി കൂട്ടുന്നില്ലേ, അതുപോലെ സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്നതാണ് മാങ്ങാക്കറി. അപ്പൊ ഇതും ഇച്ചിരി വറ്റിച്ച് എടുക്കേണ്ടതാണ്. ഇനി അടുത്ത റെസിപ്പി കാണാം. അടുത്ത റെസിപ്പി നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്.
ജാറിലിടുമ്പോൾ എല്ലാവരും ജ്യൂസ് എന്ന് വിചാരിക്കും. ജ്യൂസ് അല്ല, ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മാംഗോ ജാമാണ്. അപ്പൊ ഇതിൽ വെള്ളം കൂട്ടരുത്, വെള്ളം കൂട്ടാതെ വേണം ഇങ്ങനെ ഇതുപോലെ അരച്ചെടുക്കാൻ. നല്ല പോലെ അരയ്ക്കണം. പിന്നെ നാരുള്ള മാങ്ങ ആകരുത് കേട്ടോ, ജാമിന് നാരുള്ള മാങ്ങ എടുക്കരുത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കുക. അതിന് ശേഷം ഈ അരച്ച മാങ്ങയൊക്കെ അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് പഞ്ചസാര. മാങ്ങ എത്രമാത്രം മധുരം ഉണ്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഇത് നല്ല പോലെ എന്താ പറയാ, ഇങ്ങനെ അടിയിൽ പിടിക്കാത്ത പോലെ കുറേ സമയം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറേ സമയം മീൻസ് എനിക്കൊരു 8 മിനിറ്റ് ആയത് കേട്ടോ. എല്ലാം ഒന്ന് സെറ്റായി പാകത്തിന് കിട്ടാൻ 8 മിനിറ്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതുപോലെ ആയതിനു ശേഷം നമ്മൾ ഒരു ചെറിയ നാരങ്ങ മുഴുവനും പിഴിഞ്ഞിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം വറ്റി വന്നിട്ടില്ലേ? ഇന്നും ഇച്ചിരി കൂടെ കുറുകണം, ഇച്ചിരി കൂടെ കുറുക്കിയെടുക്കണം. ജാമല്ലേ, ജാമ് സാധാരണ നമ്മൾ ജാമ് കൂട്ടുമ്പോ ഒക്കെ ഇങ്ങനെ വെള്ളം പോലെയല്ലല്ലോ, കുറച്ച് കട്ടിക്കല്ലേ ഉണ്ടാവുക. അതുപോലെ കുറച്ച് കട്ടിക്ക് വേണം ആക്കിയെടുക്കാൻ. ഏകദേശം 8 മിനിറ്റ് ആയിരുന്നു എനിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ആയ സമയം. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗന്ന് ഇറക്കി വെക്കാം. ഇനി തണുക്കും തോറും കുറച്ചുകൂടെ നമുക്ക് കുറുക്കി കിട്ടും. പിന്നെ നമ്മൾ കുറച്ചു നേരം ഫ്രിഡ്ജിലോട്ടേക്കും എടുത്തു വെച്ചാൽ പിന്നെ കറക്റ്റായിട്ട് ആയി കിട്ടും. ജാമിന്റെ പരുവെന്ന് പറയുന്നത് ഇതുപോലെ, അതായത് ഈ തവിന്ന് ഇങ്ങനെ വീഴാൻ പാടില്ല, അങ്ങനെ ആയിരിക്കണം. ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ഇട്ടു നോക്കുന്നുണ്ട്. ഇട്ട ഉടനെ ഇങ്ങനെ ഒലിച്ചു പോകരുത്, അവിടെ തന്നെ കുറച്ച് സമയം ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഉറച്ചു നിൽക്കും. ഇങ്ങനെ വേണം ജാമിന്റെ പരുവം. ഇങ്ങനെ ഒലിച്ചു പോകരുത്, ഇതുപോലെ ആയിരിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 4 റെസിപ്പിയല്ലേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ പിന്നെ ഒരു മാങ്ങ എടുത്താൽ തന്നെ നമുക്ക് 2 ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ ജാമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ബ്രെഡ്, ചപ്പാത്തി അതിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നാവുമല്ലോ, രാവിലത്തെ തിരക്കിനൊക്കെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാംഗോ നല്ല മധുരമുള്ള മാംഗോ ആയിരുന്നു. അതുകൊണ്ട് ജാം ആക്കിയപ്പോൾ നല്ല ടേസ്റ്റും കൂടിയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്റെ ജാമൊക്കെ തീർന്നു, കണ്ടില്ലേ? അങ്ങനെ ഈ 4 റെസിപ്പിയും എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അടുത്ത നല്ല വീഡിയോയുമായി കാണാം. ബൈ.